ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തു നിൽക്കുന്ന സമയത്ത് രാവിലെ ഒരു 6:30 അടുത്ത ഒരു സമയം ട്രെയിൻ വന്നു നിന്നു. ഒരു ചെറുപ്പക്കാരൻ ട്രെയിനിൽ നിന്ന് താഴേക്കിറങ്ങി. ആ ഇറങ്ങുന്ന സമയത്ത് കാലിടറി ആ ചെറുപ്പക്കാരൻ ട്രാക്കിലേക്ക് വീണു. ട്രെയിൻ മുന്നോട്ടേക്ക് നീങ്ങി. ആളുകൾ തടിച്ചുകൂടി. റെയിൽവേ സ്റ്റേഷനിന്റെ ചുറ്റും മരണത്തിന്റെ ഗന്ധമുണ്ട്. ആളുകളെല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്നു. റെയിൽവേ ട്രാക്കിൽ ഛിന്ന ഭിന്നമായ ആ മനുഷ്യന്റെ ശരീര കഷ്ണങ്ങളുണ്ട്. പ്ലാറ്റ്ഫോമിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഉടനെ ചില ഉദ്യോഗസ്ഥരെത്തി ഒരു പ്ലാസ്റ്റിക് കവറിൽ ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ചേർത്തു വെച്ചു. 2 ഭാഗങ്ങളിലും കെട്ടി അവർ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ചില സ്ത്രീകൾ അവിടേക്കെത്തി. അവർ ആ പ്ലാറ്റ്ഫോമിൽ വെള്ളമൊഴിച്ച് ആ രക്തം കഴുകി ശുദ്ധിയാക്കി. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഒരു മരണം നടന്നതിന്റെ യാതൊരുവിധ അടയാളങ്ങളും ഇല്ലാത്ത അങ്ങനെയുള്ള രൂപത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു. ഞാൻ ആലോചിച്ച വിഷയം, അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ വേഗത്തിൽ നടക്കുന്നു. കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നു. ഒരു മരച്ചുവട്ടിൽ ചില മാംസ കഷ്ണങ്ങളായി ഒരു മനുഷ്യന്റെ ശരീരം കിടക്കുകയാണ്. അയാളുടെ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിൽ ലൈസൻസ് ഉണ്ട്. 26 വയസ്സാണ് ആ ചെറുപ്പക്കാരന്റെ പ്രായം. അതിൽ കുറച്ച് മിഠായി പൊതികളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. ആ മനുഷ്യന്റെ വസ്ത്രം അയൺ ചെയ്തു മനോഹരമായി മടക്കി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന 30 കഴിഞ്ഞവരെ, 40 കഴിഞ്ഞവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഭാര്യയെ കാണാൻ ആഗ്രഹമുള്ള, നമ്മളെപ്പോലെ മക്കളെ കാണാൻ ആഗ്രഹമുള്ള, ഞാനിതാ തിരൂരിൽ നിന്ന് ബസ് കയറി ഒരു 8:30 മഞ്ചേരി എത്തി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നിലമ്പൂരുള്ള എന്റെ വീട്ടിലെത്തുമെന്ന് സ്വപ്നം കണ്ട, കിനാവ് കണ്ട ഒരു മനുഷ്യന്റെ ജീവിതം ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് മാറിയെങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ചുവെങ്കിൽ, എത്ര ചെറുപ്പക്കാരാണ് ആഹ്ലാദങ്ങളിലാണ്, ആനന്ദങ്ങളിലാണ്, സന്തോഷങ്ങളിലാണ്. പക്ഷേ അവരറിയുന്നില്ലല്ലോ അവരെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട് എന്ന്, അവരെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട് എന്ന്. ദുനിയാവിന്റെ ആനന്ദങ്ങളിൽ മതിമറക്കുന്ന ചെറുപ്പക്കാരെ ചിന്തിക്കണേ. നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട്, നമ്മളെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട്. നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. കൊണ്ടുപോയി വെക്കാനുള്ള മണ്ണും തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ? മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഇന്നു ഞാൻ മരണപ്പെട്ടാൽ ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ?